സമയത്ത് ഒരു MLA സാലറി എത്രയായിരുന്നു? വളരെ കുറവാണ്. ഇപ്പം 50,000 രൂപ ഉള്ളൂ സാലറി. ഇപ്പൊ 50,000 രൂപയുള്ളോ? ആള് ധരിക്കുന്ന ഭയങ്കര MLA എന്ന് വെച്ചാൽ ഭയങ്കര. അവസാനമായി കണ്ട ഒരു സിനിമ ഏതായിരിക്കും? മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കളങ്കാവല. മമ്മൂക്കയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ? എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം, മോഹൻലാലിനെയാണ് ഇഷ്ടം, ഭാര്യയ്ക്ക് മമ്മൂട്ടിയാണ് ഇഷ്ടം. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നീട്ടി കുറിക്കുക പ്രസംഗിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടനാട്ടിലായിരുന്നു പുള്ളിയുടെ പ്രവർത്തന കേന്ദ്രം. അവിടെ ഒന്നും മൈക്കൊന്നുമില്ല. അപ്പോൾ തൊഴിലാളികളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർ. അതെ അതെ. നാളെ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ഈ കേരളത്തെ കഴിഞ്ഞ 10 വർഷം ഒരു ലോങ് പീരീഡാണ്. വാസ്തവത്തിൽ ശ്രീ പിണറായി വിജയന് കിട്ടിയൊരു നല്ല 10 വർഷം. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സർ അടുത്ത CM ആയി വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു 2-3 കാര്യങ്ങൾ എന്ന് പറയാം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. ഇപ്പം ഇവിടുന്ന് ഒരു നഴ്സിംഗ് വ്യവസായ കുട്ടിക്ക് കിട്ടുന്നതിൻ്റെ 5 ഇരട്ടി ശമ്പളം ജർമ്മനി പോയാൽ കിട്ടും. പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പം ഡീസൻ്റായി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന വരുമാനം കൊടുക്കാനും ശമ്പളം കൊടുക്കാനും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാനും കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. ഇപ്പം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെൻറ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ നോക്കുന്നത്. 10 വർഷം വേണ്ടി വന്നു CPM-ന് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. സാറിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇവർ ചെയ്തതിൽ നല്ലത് എന്ന് തോന്നിയ ഒരു കാര്യം? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആരംഭിച്ചതാണ് വിഴിഞ്ഞം പദ്ധതി. ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി. 4000 കോടിയായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ്. അദ്ദേഹം വന്ന് 6000 കോടി രൂപയുടെ അഴിമതിയായിരുന്നു. പക്ഷേ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. പെട്ടെന്നൊരു ഭയങ്കര ശബ്ദം കേട്ടു, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മരിച്ചെന്നാണ് വെളിയിലെല്ലാവരും അറിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുകയും ചെയ്തു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. 1970s ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയുണ്ടായി. പിന്നീട് നമ്മൾക്ക് പല രീതിയിൽ അദ്ദേഹത്തിനെ അറിയാം. MLA ആയി, MP ആയി, ക്യാബിനറ്റ് മിനിസ്റ്ററായി, ഹോം മിനിസ്റ്ററായി, ഒപ്പോസിഷൻ ലീഡറായി. ആൻഡ് ഐ ബിലീവ് ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ഹിം ടുഡേ. ലെറ്റ് മീ വെൽക്കം ശ്രീ രമേശ് ചെന്നിത്തല. ഹലോ താങ്ക് യു സാർ. ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സാറുമായിട്ടൊരു ഇൻ്റർവ്യൂ കിട്ടിയതിൽ. ഞാനിപ്പോൾ പറയണ്ട 8ാം ക്ലാസ്സിൽ ഇതിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ പറയും ചില യാത്രകൾക്ക് ഒരു വലിയ സ്റ്റേജ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ചെറിയൊരു ക്ലാസ് റൂം തന്നെ മതിയെന്ന്. ആ ഒരു പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സിലേക്ക് എന്ന് എനിക്ക് തോന്നുന്നു KSUവിൻ്റെ തന്നെ സെക്രട്ടറി ആയിരുന്നു, യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയത്തെ തുടങ്ങാൻ എവിടുന്ന് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു? നിനക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്? എതിരായിരുന്നോ? അച്ഛൻ അധ്യാപകനായിരുന്നു. അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ തന്നെയാണ് സാർ പഠിച്ചത്? അതെ അതെ, ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂൾ. അതെ. അപ്പം അവിടെ രാഷ്ട്രീയം, അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ ആയിരുന്നു അവരുടെ കൺസെപ്റ്റ് ആ കാലത്ത്. അപ്പം എന്നോട് അതിനകത്ത് പങ്കെടുത്തതിന് വിലക്കായിരുന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് രാഷ്ട്രീയത്തിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം അന്ന് നമ്മുടെ നാട്ടിൽ VK കേരള വർമ്മ പ്രൊഫസറാണ്. അദ്ദേഹം ഇപ്പം ST കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ CK രാധാകൃഷ്ണൻ, അദ്ദേഹം എൻ്റെ പിൽക്കാലത്ത് എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച് അങ്ങനെ അവർ രണ്ടുപേരുമായിരുന്നു അവിടെ KSU പ്രവർത്തനത്തിന് വേണ്ടി വന്നത്. അപ്പം എന്നോട് പറഞ്ഞു അന്ന് ഈ ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമായിരുന്നു. 67 ഗവൺമെൻറ് കാലത്ത് അന്ന് കേരളത്തിൽ ഫുഡില്ല അക്കാലം. അപ്പം അന്ന് M.N. ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാവരും ഓണത്തിന് ഒരു പറഞ്ഞെല്ലാം ഉണ്ടാക്കണം. KSU അത് ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടി പ്രസിഡൻ്റായിരുന്നു KSU. അപ്പം അങ്ങനെ ആ പദ്ധതിയാണ്. രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങൾ അവിടെ സ്കൂളിന് മുമ്പ് ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുത്ത് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. അത് നല്ല കൃഷിയൊക്കെ ചെയ്ത് ഞങ്ങൾ കൊയ്ത് നെല്ല് കൊയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത്. പിന്നെ KSU യൂണിറ്റ് സെക്രട്ടറി ആയി, താലൂക്ക് സെക്രട്ടറി ആയി, ജില്ലാ ട്രഷററായി, അങ്ങനെ 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 മുന്നോട്ട് വന്നു. എക്കണോമിക്സിന് ശേഷം ലോ എടുത്തു അല്ലേ? LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മത്സരിക്കുന്നത്. ഫൈനൽ ഇയറിലാണ് മത്സരിക്കുന്നത്. അസംബ്ലിയിൽ മത്സരിക്കുന്ന ഫൈനൽ ഇയർ ലോയ്ക്ക് പഠിക്കുമ്പോഴാണല്ലേ? അപ്പം പിന്നെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പിന്നെ എഴുതിയിട്ടേ ഇല്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ പഠിക്കുന്നതും എക്കണോമിക്സ് പഠിക്കുന്നതും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു പബ്ലിക് ലൈഫിൽ ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് ആയിട്ട് നമുക്ക് തോന്നുന്നു. അന്നൊക്കെ പിന്നെ അങ്ങനെ ആയി. മറ്റേതാണെങ്കിലേ ഈ റെക്കോർഡ് എഴുതണം, ലബോറട്ടറി പോകണം. അപ്പം അതൊന്നും നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ
ആർട്സ് സബ്ജക്റ്റിലേക്ക് ആർട്സ് സബ്ജക്റ്റിലേക്ക് പോയി. കല്യാണം MLA ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഞാൻ കേൾക്കാൻ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു. MLA 26 വയസ്സിലാണ് MLA ആയത്. അതെ അതെ. അപ്പൊ ഞാനൊരു കേൾക്കാനിടയായി, നിങ്ങൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉടനെ കോൾ വരുന്നത് മിനിസ്റ്റർ പദവിയിൽ. ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ ഹണിമൂണായിരുന്നു. അപ്പോൾ അന്നേരമാണ് തിരിച്ചു വരാൻ പറയുന്നത്. ഓ, മിനിസ്റ്റർ വിവാഹം കഴിച്ച ഒരാഴ്ചക്കുള്ളിൽ മന്ത്രിയാവും. ഞങ്ങൾക്ക് രസകരമായിട്ട് അറിയാൻ കൗതുകമുള്ള ഒരു കാര്യമാണ്, 1986 സാർ ആദ്യമായി MLA ആവുന്നത്? 82. ആ സമയത്ത് ഒരു MLAയുടെ സാലറി എത്രയായിരുന്നു? വളരെ കുറവാണ്, 25,000-26,000 രൂപ അല്ലേ? അങ്ങനെ കണ്ടായിരുന്നു. ഞാൻ MLA എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു പ്രിവിലേജ് ഒക്കെ ചിന്തിക്കുമല്ലോ എല്ലാവർക്കും. അവർക്ക് കുറെ സാറിന് എന്താ തോന്നുന്നത് ശരിക്കും നിങ്ങൾക്കുള്ള പ്രിവിലേജ്? ഇപ്പം 50,000 രൂപയുള്ളൂ സാലറി. ഇപ്പം 50,000 രൂപയുള്ളോ? പിന്നെ അലവൻസ്, മീറ്റിങ്ങിനൊക്കെ പോയാൽ അലവൻസ് കിട്ടും. അതെല്ലാം കൂടെ ചേർത്ത് ചിലപ്പം 10, 50, 60 വരും, 60, 70 വരും. അപ്പൊ ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഇൻക്രിമെന്റും കാര്യങ്ങളും അതാണ് ആള് ധരിക്കുന്നത്. ഭയങ്കര MLA എന്ന് വെച്ചാൽ ഭയങ്കര ആൾക്ക് അറിയില്ല അതൊന്നും. ഓ, അതാ ഞാൻ ചോദിച്ചത്. 82-ൽ 25,000 ആണെങ്കിൽ ഇന്ന് 50,000 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മ. അപ്പൊ അതേപോലെ തന്നെ നമുക്കുള്ള ഒരു പ്രിവിലേജസ് എന്താ, ഒരു MLA എന്ന നിലയിൽ അന്ന് അംബാസിഡർ കാറായിരുന്നിരിക്കും അല്ലേ MLA? അതെ അതെ, അംബാസിഡർ. അന്ന് അംബാസിഡർ കാറൊന്നുമില്ല, അത് നമ്മുടെ കാറ്. നമ്മള് കാറ് വാങ്ങിക്കാൻ ലോൺ തരും, വീട് വെക്കാൻ ലോൺ തരും. ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഉള്ളത് ബസ് ഫ്രീ ആണ്, ബസ് യാത്ര KSRTC. ഓക്കെ, അത് നമ്മൾ എന്താ പറയണേ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുള്ള അലവൻസുകൾ പോലെയാണോ? അത് ഫ്രീ ആണ്, ഫ്രീ ആണ് KSRTC ബസ്. ഓക്കെ. പിന്നെ റെയിൽവേ കൂപ്പൺ തരും MLA മാർക്ക്. ഓക്കെ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്ക് MP ആയിരുന്നുകൊണ്ട് എക്സ്-MPസിന് ട്രെയിനിങ് ഫ്രീ ആണ്. നമ്മൾ ഇത്ര എല്ലാം പറയാൻ നേരത്തും എല്ലാവരും അടുത്തത് അറിയാൻ പോകുന്നത് കേരളത്തിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും. ഞാൻ ഇത്ര എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴും, അതായത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ ഇടയായൊരു കാര്യം, നിങ്ങളെല്ലാവരും ഈ അടുത്തുള്ള ഇൻ്റർവ്യൂസിലെല്ലാം വരുമ്പോൾ, സാറാണെങ്കിലും VD സതീശൻ സാറാണെങ്കിലും എല്ലാവരും വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഉറപ്പുണ്ട്, അടുത്തത് ഞങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് ഭരണത്തിലേക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? നിങ്ങൾക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടോ കയ്യിൽ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് നാളെ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? ഈ കേരളത്തെ കഴിഞ്ഞ 10 വർഷം ഒരു ലോങ് പീരീഡാണ്. വാസ്തവത്തിൽ ശ്രീ പിണറായി വിജയന് കിട്ടിയൊരു നല്ല 10 വർഷം. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആകെയുള്ള ഒരു വിലയിരുത്തൽ. ഞങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും. നാളെ കേരളം എങ്ങനെയാകണം, കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടാകണം, എങ്ങനെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതി എങ്ങനെ കൈവരിക്കാം, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എങ്ങനെ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ചെകുത്താൻ നാടായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അജണ്ട, ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. സർ അടുത്ത CM ആയി വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു 2-3 കാര്യങ്ങൾ എന്ന് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട അറ്റൻഷൻ കൊടുക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇവിടെ നിൽക്കുന്നില്ല. കേരളത്തിൽ നിൽക്കാൻ പോലും താല്പര്യമില്ല. കോളേജുകളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, പക്ഷേ അത് പഠിക്കാൻ കുട്ടികളില്ല. അതിൻ്റെ കാരണം എന്താ? ഇവിടെ VC-മാരെ നിയമിക്കാൻ വേണ്ടി ഇവിടെ അടിയാണ്. VC-മാരില്ലാത്ത യൂണിവേഴ്സിറ്റികൾ, പരീക്ഷ സമയത്ത് നടത്താത്ത യൂണിവേഴ്സിറ്റികൾ, ഇങ്ങനെ വന്ന് ഇതിൻ്റെ നിലവാര തകർച്ച. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജുകളിൽ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യം. പിന്നെ അവിടെ പോയാലോ പഠിത്തം കഴിഞ്ഞാൽ ജോലി കിട്ടും, പഠിത്തത്തോടൊപ്പം ജോലി കിട്ടും. പിന്നീട് അവരൊക്കെ അവിടെ താമസിക്കാൻ പറ്റും. അങ്ങനെ കേരളത്തിൽ നിന്ന് വലിയൊരു എക്സോഡസ് ഉണ്ടാവുകയാണ്. കേരളത്തിൽ കൂട്ടമായിട്ട് ആളുകൾ പലായനം ചെയ്യുക. അത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറാൻ പാടില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ മെച്ചപ്പെട്ട അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടണം, ജോലി കിട്ടണം, ഇവിടെ താമസിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടേ? നമുക്കതിനുള്ള കാഴ്ചപ്പാട് വേണം. ഇവിടെ ഒരു വിദേശ യൂണിവേഴ്സിറ്റി വരുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ, വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ഇവിടെ അങ്ങനെ അതിനെ ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ ശ്രീനിവാസനെ SFIക്കാർ വഴിവെച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അടിക്കുക വെച്ച്. അത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. ഇപ്പം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെൻറ്
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ നോക്കിയത്. അതെ. 10 വർഷം വേണ്ടി വന്നു CPM കാര്യങ്ങൾ ബോധ്യപ്പെടാൻ. ഇപ്പം എന്നിട്ട് ആ ബില്ല് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല ഗവർണർ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവണം. ലോകം മാറുന്നു, കുട്ടികൾ മാറുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പലപ്പോഴും പല സബ്ജക്ട്സിൻ്റെ കാര്യത്തിലും പറയുമ്പോഴേ ഇപ്പോൾ MBA പഠിക്കുന്നത് 10-15 വർഷം മുൻപുണ്ടായിരുന്ന സെയിം സിലബസ് ആണ് ഇന്നും ഇവിടെ കേരളത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മൾ സിലബസിൽ മാറ്റം വരുത്തണം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സിലബസിൽ മാറ്റം വരുത്തണം. സിലബസിൻ്റെ ഭാരം കുറയ്ക്കണം. കുട്ടികൾക്കൊക്കെ എന്തോ ഒരു സിലബസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്, അത് മാറണം. മോഡേൺ കാഴ്ചപ്പാടിനനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ AI ഒക്കെ അല്ലേ പ്രധാനപ്പെട്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതെല്ലാമാണ് അപ്പോൾ റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടക്കുന്നു. അപ്പം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ യന്ത്രം ചെയ്യാൻ പോകുന്ന കാലമാണ്. ഡേറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സാധനം. അപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് ഉൾപ്പെടെയുള്ള പുതിയ പുതിയ മോഡേൺ കോഴ്സുകൾ, ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരമില്ല. അതാണ് ഈ കുട്ടികൾ വെളിയിൽ പോകുന്നത്. പിന്നെ അവർക്ക് ഇവിടെ വന്ന് ജോലി കിട്ടുന്നില്ല. അതെ, അതാണ് ഈ പ്രധാന ഇത്. അവിടുന്ന് പഠിച്ചിറങ്ങിയാൽ പോലും ജോലി കിട്ടത്തില്ല, പിന്നെ നല്ല ശമ്പളം കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് വെളിയിൽ പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് കിട്ടുന്നതിൻ്റെ 5 ഇരട്ടി ശമ്പളം ജർമ്മനിയിൽ പോയാൽ കിട്ടും. പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പം ഡീസൻ്റായി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന വരുമാനം കൊടുക്കാനും ശമ്പളം കൊടുക്കാനും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാനും കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. കാരണം ഈ കാനഡയിലൊക്കെ ആണെങ്കിൽ തണുപ്പും ചൂടും കാരണം കഷ്ടപ്പെടുകയാണ് നമ്മുടെ നാട്ടുകാർ പോയി. അതെ, അവർ പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിച്ചാണ് അതെ ജോലി പഠിക്കുന്നത്. അപ്പം ഇവിടെയും ആ തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ ആലോചിക്കണം. അപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ അനഭിലഷണീയമായ പ്രവണതകൾ ഇല്ലാതാക്കി കുറേ കൂടി മോഡേണായ, കുറേ കൂടി മാറ്റത്തിനനുസരിച്ച്, ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായെങ്കിലേ കുട്ടികൾ നിൽക്കും. അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗം. ആരോഗ്യരംഗം ഏറ്റവും ഒരു കാലത്ത് ആരോഗ്യവും വിദ്യാഭ്യാസ മേഖലയാണ് അങ്ങനെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, നമ്മൾ കേരള മോഡൽ എന്ന് അമർത്യസൻ വിളിച്ചത് അതുകൊണ്ടാണ്. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ നിറം ഭംഗിയല്ലോ. ഇന്നിപ്പം മെഡിക്കൽ കോളേജിൽ പോയ നമുക്ക് വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, മരുന്നില്ല, സ്റ്റാഫില്ല, ഡോക്ടേഴ്സ് ഇല്ല. പക്ഷെ സ്റ്റിൽ ഇന്ത്യയിൽ നമ്മൾ എല്ലാവരും കേരളത്തിനെ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഹെൽത്തും ലിറ്ററസിയും വെച്ചിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ 2 കാരണങ്ങളാണ് ഇന്ത്യ തന്നെ കേരളം മുൻപന്തിയിൽ. പക്ഷേ ഇപ്പം ഈ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം. ഇവിടെ സർക്കാർ ആശുപത്രി മാറ്റമല്ല, പ്രൈവറ്റ് ആശുപത്രികൾ ധാരാളമുണ്ട്. പക്ഷെ അവിടുത്തെ ചിലവ് നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. വലിയ ചാർജാണ്. അതിനൊരു യൂണിവേഴ്സൽ ഇൻഷുറൻസ് സ്കീം ഞങ്ങൾ കൊണ്ടുവരും. എല്ലാവരും ഇൻഷുർ ചെയ്യുക. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ പോകുന്നതിനേക്കാൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ നല്ല ചികിത്സ കിട്ടുന്ന ആൾ പോകും. പക്ഷെ അവിടെ ചിലവിപ്പം എറണാകുളത്ത് തന്നെ എത്ര പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. അവിടുത്തെ ചികിത്സാ ചിലവ് വളരെ കൂടുതലാണ്. അപ്പം ഒരു യൂണിവേഴ്സൽ ഇൻഷുറൻസ് സ്കീം ഉണ്ടെങ്കിൽ, മറ്റു രാജ്യങ്ങളിലെല്ലാം ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചിലവ് വളരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു പരിപാടിയെ പറ്റി ഞങ്ങൾ പ്ലാനിലുണ്ട്. പിന്നെ പ്രൈവറ്റ് ആശുപത്രികളും നമ്മൾക്ക് കുറഞ്ഞ ചിലവിൽ സാധുക്കളായ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. അപ്പം സർക്കാർ ആശുപത്രിയിലുള്ള പ്രഷർ കുറയും. സർക്കാർ ആശുപത്രിയിൽ എന്തോ ഒരാളാണ് വരുന്നത്, ഒരു ഡോക്ടർക്ക് OP ഇരിക്കുന്ന ഒരു ഡോക്ടർക്ക് താങ്ങാൻ കഴിയത്തില്ല. അതെന്തുകൊണ്ടാണ്? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരോട് വരും. ഇതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളടുത്ത് പോകാൻ കഴിയുന്നില്ല, കാരണം കൈ കാശില്ല. അപ്പം അതിന് പ്രൈവറ്റ് ആശുപത്രികളുമായി സംസാരിച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ പാവങ്ങൾക്ക്, ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിനും ഒരു ഫിക്സഡ് ഇൻകം ഗ്രൂപ്പിനും ഒക്കെ സഹായകരമായ നിലയിലുള്ള ഇൻഷുറൻസ് സ്കീം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. സിനിമകളെല്ലാം കാണാറുണ്ട്. ഇപ്പൊ പുസ്തകം വായനയുടെ കാര്യം നമ്മൾ പറഞ്ഞു. എപ്പോഴും കാണാൻ പറ്റത്തില്ല. വലിയ നല്ല സിനിമകൾ വന്നാൽ ചിലപ്പോൾ കാണും. അവസാനമായി കണ്ട ഒരു സിനിമ ഏതായിരിക്കും? ഇപ്പം എന്താ ലേറ്റസ്റ്റ് കണ്ടത്? മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കളങ്കാവല. കളങ്കാവല് കണ്ടോ? മമ്മൂക്കയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ? എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം, മോഹൻലാലിനെയാണ് ഇഷ്ടം. ഭാര്യയ്ക്ക് മമ്മൂട്ടിയാണ് ഇഷ്ടം. മമ്മൂട്ടിനെയാണ് ഇഷ്ടം. അവർക്ക് കണ്ടവർക്ക് ഇത് അറിയാം. ഇവരോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം.
സാറിൻ്റെ ഒരു വലിയൊരു ഫാക്ടർ, അതായത് നല്ലൊരു പോസിറ്റീവ് സൈഡ് ഞാൻ കേട്ടത്, 3 പേര് പെട്ടെന്ന് സാറിൻ്റെ അടുത്തേക്ക് വരികയാണ് സംസാരിക്കാൻ, 3 സെക്കൻഡേ സാറിൻ്റെ അടുത്ത് സമയമുള്ളെങ്കിൽ 2 പേരുടെ തോളത്ത് കൈയിടും, നടുക്ക് നിൽക്കുന്ന ആളോട് സംസാരിക്കും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. മറ്റൊരു അറ്റൻഷൻ ഇല്ലെന്ന് അറിയാം. അതെ, അത് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമല്ലേ, നിങ്ങളെല്ലാവരും മാനിക്കണം എന്നുള്ളത്. അതെങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? അല്ല, അവരെ എല്ലാം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകണമല്ലോ. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിക്കാറ്. 3 പേരുണ്ടെങ്കിൽ 2 പേര്. അഴിമതികൾ ഇന്നേ വരെ വരാത്തൊരു നേതാവാണ്. അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എന്താണ് ചെയ്യാറ്? സാർ എല്ലാവരും ചിലപ്പോൾ നോക്കി കാണുന്ന ഒന്നായിരിക്കും. അല്ല, നമ്മൾ അനധികൃതമായിട്ടൊന്നും ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാം. നമ്മൾ ജനങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക സ്ഥാനത്ത് വരുമ്പോൾ, അതാണ് ഏറ്റവും പ്രധാനം. ഇതേപോലെ ഞാൻ സാറ് തന്നെ പറയുന്ന ഒന്ന് കേട്ടതാണ്, പോലീസ് അക്കാഡമി, പോലീസ് ഇൻസ്റ്റിറ്റ്യൂഷനോ അക്കാഡമി, യൂണിവേഴ്സിറ്റി സാറിന് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ളതായിട്ട് ഞാൻ പറയുന്നത് കേൾക്കേണ്ടത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജെൻസി ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ പ്രേമികളുടെ ഒരു ഫുട്ബോളിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമി കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും. പോലീസ് യൂണിവേഴ്സിറ്റിയാണ് ഉദ്ദേശിച്ചത്. അക്കാഡമി ഓൾസോ നമ്മൾക്കിപ്പം നമുക്ക് ഈ അടുത്തായിട്ട് മെസ്സി വരാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് നമ്മളുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ വികസനത്തെ ചൊല്ലി തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. മെസ്സി വന്ന് ഫുട്ബോൾ കളിക്കുമെന്നാണ് പറഞ്ഞത്. അബ്ദുറഹ്മാൻ കളിക്കേണ്ടി വന്നു ഫുട്ബോൾ, മെസ്സി വന്നില്ല. ഇങ്ങനെ അല്ലേ കൊട്ടി കുഴിച്ചുകൊണ്ട് വന്നു. അല്ല, അത് അപ്പോൾ വലിയൊരു മീൻസ് ഇത്രത്തോളം മലപ്പുറം തൊട്ട് ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും ഒരു ഫുട്ബോൾ പ്രേമികളുള്ളപ്പോൾ ഭയങ്കര ഒരു നാണക്കേടാണ് എന്നുള്ള രീതിയിലേക്കായി. ശരിക്കും അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതൊരു ഫുട്ബോൾ പ്രേമി മെസ്സിനെ കൊണ്ടുവരാനല്ല, മെസ്സിനെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമുക്ക് ഇന്റർനാഷണൽ സ്റ്റേഡിയം വേണം, പിന്നെ ഒരു അക്കാഡമി വേണം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. ചെയ്യാൻ കഴിയുകയും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഓക്കെ. ഇപ്പം തന്നെ നമ്മൾ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മൾ വാസ്തവത്തിൽ. കുറച്ചുകൂടി ചെറുപ്പക്കാരെ ഡ്രഗ്സിൽ നിന്നും മറ്റേതിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഈ കായിക രംഗത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പം വികസനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് സാറ് ഹോം മിനിസ്റ്റർ ആയിട്ടിരുന്നപ്പോൾ കൊണ്ടുവന്നിരുന്ന 2 വലിയ മാറ്റങ്ങളൊന്ന് ഓപ്പറേഷൻ കുബൈര, വലിയൊരു ഓപ്പറേഷൻ കൊണ്ടുവന്നിരുന്നു. അതേമാതിരി തന്നെ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്, ഈ 2 കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ സാറിൻ്റെ മനസ്സിൽ ഇനി മുന്നോട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു പദ്ധതി അങ്ങനെ എന്തെങ്കിലും ചിന്തയിലുണ്ടോ? അല്ല, ഇനിയിപ്പോൾ നമ്മൾ അന്ന് 2 പരിപാടി കൊണ്ട്, ഒന്ന് കൊള്ളപ്പലിശ വാങ്ങിച്ച് ആളുകൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ജീവിതം അവസാനിപ്പിക്കുന്നു, പിന്നെ വീടുകളിൽ ചെന്ന ആളെ ഭീഷണിപ്പെടുത്തുന്നു. മീറ്റർ പലിശ എന്ന് പറയും. മീറ്റർ പോകുന്ന പോലെ പലിശ പോകുന്നത്. 100 രൂപ പലിശ വാങ്ങിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ 110 രൂപ കൊടുക്കും. മീറ്റർ പലിശ എന്ന് പറയാം. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെയായിരുന്നു കൊള്ളപ്പലിശ വാങ്ങിക്കുക. ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായപ്പോഴാണ് ഒരു ഫാമിലി മുഴുവൻ ആത്മഹത്യ ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെയാണ് ഓപ്പറേഷൻ കുബേര തുടങ്ങിയത്. ശക്തമായി നമ്മൾ നിന്നപ്പോഴത്തേക്ക് ഈ പലിശ വാങ്ങിച്ചവരൊക്കെ തിരിച്ചു കൊണ്ട് കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ട പ്രമാണമൊക്കെ തിരിച്ചു കൊടുത്തു ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്ക്. ഭയങ്കര ഒരു റവല്യൂഷൻ ആയിരുന്നു ആ സമയം. അതെ അതെ. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ പഴയ പടിയായി വീണ്ടും ഞങ്ങൾ മാറിയപ്പോൾ ഒരു ഓപ്പറേഷൻ കുബേരയും കൂടെ വേണ്ടി വരും. അതുപോലെ തന്നെയാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. നമ്മുടെ കുട്ടികളെ ഡ്രഗ്സ് എങ്ങനെ പിടികൂടുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിപാടിയാണ്. മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ നമ്മൾ ഭരണകൂടം വിചാരിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം വിചാരിച്ചാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് തലമുറകളെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതൊന്ന് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഞാൻ എല്ലാ ഗുണ്ടകളെ അകത്താക്കി. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, ഇതിനെല്ലാം പോലീസ് സ്റ്റേഷനിൽ അവരുടെ ലിസ്റ്റുണ്ടേ, ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ KD ഗുണ്ടായൊക്കെ ഉള്ളത് ഇവന്മാരൊക്കെ ജാമ്യം പോലും എടുക്കാതെ ഇങ്ങനെ നടക്കുക. അന്ന് വക്കീലന്മാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇഷ്ടം പോലെ കാശ് കിട്ടി വക്കീലന്മാർക്ക്. കാരണം ജാമ്യം എടുക്കുന്ന ആളുകളുടെ തിരക്ക്. ഇവന്മാർ ഈ ജാമ്യം എടുക്കാത്തവരെ മുഴുവൻ പിടിക്കാൻ പറഞ്ഞു. ഈ ജാമ്യമൊന്നും എടുക്കാതെ കേസിൽപ്പെട്ട പ്രതികളിങ്ങനെ നടക്കല്ലേ, എല്ലാവരും പിടിച്ചു. അപ്പോൾ പോയി ജാമ്യം എടുക്കാനുണ്ടായി. പിന്നെ വലിയ വലിയ ഗുണ്ടകൾ അവരെയൊക്കെ അകത്താക്കി സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്തു.
ഇതിന്റെ എല്ലാം വെർഷൻ 2 കൊണ്ടുവരേണ്ടി വരുമോ എന്ന് തോന്നുന്നു പറഞ്ഞു വരുമ്പോ. ബിക്കോസ് അത് ജനങ്ങൾക്ക് വേണ്ടത് എന്താ? സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും. അതാണ് പ്രാഥമികമായി ഒരു ഗവൺമെൻറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇപ്പോൾ രാത്രി 10 മണിക്കത്തെ ന്യൂസ് 10:30 FIR മറ്റേതൊക്കെ നോക്കി ഇത്രയും കേരളത്തിൽ ഇത്രയും അക്രമങ്ങൾ, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ അല്ലേ അഴിഞ്ഞാടുന്ന നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുണ്ടായി ഒരു അന്ധവിശ്വാസത്തെ ഒരു ആക്ടിന്റെ അതെ, നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ വളർന്നു വരുന്നു, അനാചാരങ്ങൾ വളർന്നു വരുന്നു. പാവപ്പെട്ട ആളുകളുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് ചില എന്താണ് പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക് ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ നിയമം കൊണ്ടുവന്ന വലിയ എതിർപ്പുകൾ വന്നു. കാരണം ഈ മഹാരാഷ്ട്രയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം നല്ല നിയമമാണ്. ആ നിയമത്തിനെ ചുവട് പിടിച്ചാണ് കേരളത്തിലൊരു നിയമം കൊണ്ടുവന്ന് നോക്കിയത്. പക്ഷേ എതിർപ്പ് വന്നു ഒത്തിരി. കാരണം ഈ ജ്യോത്സ്യന്മാർ, മറ്റുള്ളവർ, പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ. പക്ഷെ അവരൊന്നും നമ്മൾ ഉദ്ദേശിച്ചില്ല. അതിൽ കൂടി നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? നമ്മൾ ഉദ്ദേശിച്ചത് ഈ ആളുകളെ കളിപ്പിക്കുന്ന ഈ ബ്ലാക്ക് മാജിക്, മന്ത്രവാദം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ആളുകളെ പണം വാങ്ങുക, കംപ്ലീറ്റ്ലി അതും തടയണം. അതെ അതെ. നമ്മുടെ പത്തനംതിട്ട കേട്ടില്ലായിരുന്നു, ഒരാൾ ശവശരീരം തന്നെ വെട്ടിമുറിച്ച് തിന്നതുമൊക്കെ. അപ്പം ഇത്തരം നമ്മൾ അറിയുന്നതിനേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അതിനെ തടയാൻ വേണ്ടിയുള്ള നിയമമില്ലായിരുന്നു. ആ മഹാരാഷ്ട്ര മോഡലിലെ നിയമമാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുപോലെ ഹർത്താൽ നിരോധനം ബില്ല് കൊണ്ടുവന്നു അന്ന്. അത് പിന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് സമയമില്ലാതെ പോയി പാസ്സാക്കാൻ. പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ UDF സർക്കാർ, UDF നിങ്ങൾ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ഈ ഒരു 5 വർഷത്തിൽ ഒരു ഹർത്താൽ പോലും നടന്നിട്ടില്ല എന്നുള്ളത് അത് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. അല്ലെങ്കിൽ കേരളം ആരെങ്കിലും ടൂറിസ്റ്റുകൾ വന്നാൽ പോലും ഇന്ന് ഹർത്താൽ എന്ത് ചെയ്യും? നമ്മളെ ദിവസം അതാണ് കണ്ടത്. നമ്മൾ ഹർത്താൽ നിരോധന നിയമം വരുന്നത് നമ്മൾ 7 ദിവസത്തിന് മുമ്പ് അപേക്ഷ കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള നല്ല പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇത്രയെല്ലാം പറയുന്നു, ഇൻഎഫിഷ്യൻസി ലാക്ക് എല്ലാം പറയുന്നുണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും. ഈ 10 വർഷക്കാലം ഇവർ നിന്നതിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇവർ ചെയ്തതിൽ നല്ലത് എന്ന് തോന്നിയ ഒരു കാര്യം? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആരംഭിച്ചതാണ് വിഴിഞ്ഞം പദ്ധതി. ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. 4000 കോടിയായിരുന്നു ആദ്യത്തെ എസ്റ്റിമേറ്റ്. അദ്ദേഹം 6000 കോടി രൂപയുടെ അഴിമതിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. അത് ആരോപണം ഉന്നയിച്ചെങ്കിലും പിണറായി മുഖ്യമന്ത്രിയായി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിർത്തിയില്ല. അത് തുടരാൻ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷെ അത് തുടരാൻ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണല്ലോ വിഴിഞ്ഞ യാഥാർത്ഥ്യമായി. നിങ്ങളെല്ലാവരും പേഴ്സണലി ഓപ്പോസിറ്റ് പാർട്ടീസ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും തമ്മിൽ പേഴ്സണലി ഒരു ബന്ധം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം പിണറായി വിജയൻ സാറായിട്ടാണെങ്കിലും ബാക്കിയുള്ള മന്ത്രിമാരായിട്ടാണെങ്കിലും അതെല്ലാം എങ്ങനെയാ നിങ്ങൾ മീൻസ് എല്ലാവരും വിചാരിക്കുമല്ലോ UDF ആണ് LDF ആണ് ശത്രുക്കളല്ല, നിങ്ങളല്ലാതെ നമ്മളുടെ ഇവിടെ നാട്ടിൽ മാത്രമാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് വരെ കണ്ടിട്ടുണ്ടാകുന്ന വേറെ ഒരു സ്റ്റേറ്റിലും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു മെച്യൂർഡ് ഡെമോക്രസി ആയിട്ട് ഇത് മാറണം. അഭിപ്രായ വ്യത്യാസം എന്താ? ആശയങ്ങളിലാണ്, നടപടികളിലാണ്, അല്ലേ, ഇഷ്യൂസിലാണ്. അല്ലാണ്ട് വ്യക്തിപരമായി ഇപ്പം നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഭരണപക്ഷത്തൊരു നേതാവുമായിട്ട് തല്ലുകൂടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി. അതൊക്കെ ഇതിനകത്തുള്ളതല്ലേ. അല്ലാണ്ട് നമ്മൾ ശത്രുവിനെ കാണുന്ന പോലെ കാണേണ്ട കാര്യമൊന്നുമില്ല. പല പൊസിഷൻസിൽ സാർ ഇരുന്നിട്ടുണ്ട്. KSUവിൻ്റെ പ്രസിഡൻ്റായിട്ട്, MLA ആയിട്ടും MP ആയിട്ട്. ഈ എല്ലാ ത്രൂ ഔട്ട് ഇത്ര നാളത്തെ വേണ്ടി എനിക്ക് സെൽഫായിട്ട് എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എന്ന് തോന്നുന്നത് ഒരെണ്ണം പറയുകയാണെങ്കിൽ ഏതായിരിക്കും? നമ്മൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ പട്ടികജാതി കോളനികളിലുള്ള സന്ദർശനമാണ്. അത് വളരെ ഇഷ്ടം. പിന്നെ അഭിമാനം തോന്നിയ നിമിഷം തീർച്ചയായിട്ടും 26ാമത്തെ വയസ്സിൽ MLA ആകുന്നു. അത് അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അവർ 28ാമത്തെ വയസ്സിൽ മന്ത്രിയാകുന്നു. ആ സമയത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ? 26ാമത്തെ വയസ്സിൽ നമ്മൾ ചിലപ്പോൾ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി വന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ശകലം ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഇതോ വന്നിട്ടുണ്ടോ? ഞാൻ വലിയൊരാളാണ് എന്നുള്ളൊരു ഇല്ല. നമുക്ക് ഇത്ര പക്വത ഉണ്ടാവുന്ന ഇതായിരിക്കില്ലല്ലോ. അങ്ങനെ പാടില്ല, ചെയ്യരുത്. അന്ന് സാറിനെ ശരിക്കും ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? കരുണാകരൻ സാർ തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഇതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറുമായിട്ടുള്ള സൗഹൃദം നല്ല ബന്ധമായിരുന്നു. ഞങ്ങൾ ഇണങ്ങിയിട്ടും പിണങ്ങിയിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല ബന്ധമായിരുന്നു.
നല്ല ബന്ധം. അതേപോലെ തന്നെയാണ് VS അച്യുതാനന്ദൻ സാറുമായിട്ടുള്ള ഒരു ബന്ധം. എനിക്ക് തോന്നുന്നു എല്ലാവരും നോട്ടീസ് ചെയ്തു വെച്ചിരുന്ന അദ്ദേഹം മരിച്ച സമയത്ത് അതിലെ വന്നപ്പോൾ ഉള്ള ഒരു ഇതാണ് ഹരിപ്പാട് വന്ന് ഞാൻ അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നു. അതെ, അദ്ദേഹമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു പഴയ സമരങ്ങളെ പറ്റി, പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നീട്ടി കുറിക്കുക ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടനാട്ടിലായിരുന്നു പുള്ളിയുടെ പ്രവർത്തന കേന്ദ്രം. അവിടെ ഒന്നും മൈക്കൊന്നുമില്ല. അപ്പോൾ തൊഴിലാളികളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർ അതുകൊണ്ട് അതെ 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 അതെ. ഓക്കെ, ഔട്ട് ഓഫ് ദ ബോക്സ് രാഷ്ട്രീയം ഞാൻ കുറെ സംസാരിച്ചെങ്കിലും എനിക്ക് ചോദിക്കാൻ ഞാൻ വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്ന് ചോദിക്കണം എന്നുണ്ട്. സാറിന്റെ ഈ അടുത്ത് സുംബ വ്യായാമ വർക്കൗട്ട് എല്ലാം കോഴിക്കോട് ചെയ്യുന്നത് കണ്ടു. സാറിന്റെ ഈ ഓട്ടം തന്നെയായിരിക്കുമല്ലോ, ഒരു ദിവസം ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഡേ ആണ്. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത പോയി കാസർഗോഡോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കും. ഈ എനർജി കീപ്പപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ നൽകുന്ന സ്നേഹമാണ് ആ എനർജി. ഓക്കെ, എങ്ങനെ ജനങ്ങൾ നൽകുന്ന പിന്തുണ, ആ സ്നേഹം, അതിലാണ് നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്നത്. വ്യായാമത്തിലും വ്യായാമം ചെയ്യും. കഴിഞ്ഞത്ര രാവിലെ ചില ദിവസങ്ങളിൽ പറ്റില്ല, യോഗ ചെയ്യും, നടക്കും, ഒക്കെ ഉണ്ട്. ഭക്ഷണക്രമം ഉണ്ടോ? അങ്ങനെ ഞാൻ വെജിറ്റേറിയൻ ആണ്. കാരണം സാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യമാണ്, ന്യൂജൻ കുട്ടികളാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ കാണുമ്പോൾ എങ്ങനെയാണോ സാർ ഇരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന ഒന്നാണ് തോന്നുന്നത്. നമ്മള് ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഭക്ഷണക്രമം, പിന്നെ അതുപോലെ തന്നെ വ്യായാമം. ചില ദിവസങ്ങളിൽ പറ്റില്ലെന്ന് അതൊക്കെ സ്വീകരിച്ചാൽ മതി. ഒരു ഡെയിലി റൂട്ടീൻ എങ്ങനെയായിരിക്കും? ഒരു നോ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് ഇല്ല, വേറെ ഷെഡ്യൂൾഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? അതാണ് പുസ്തകം വായിക്കും. സാറിന് ഏകദേശം 6000 പുസ്തകത്തിന്റെ ഒരു ലൈബ്രറി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആണോ? ഒരു കാറ്റലോഗ് ഒക്കെ ഉള്ള ഒരു ലൈബ്രറി ഉണ്ട്. അങ്ങനെയാണ്. പുസ്തകം നന്നായി വായിക്കും, ഒഴിവ് കിട്ടിയ പുസ്തകം വായിക്കും. അതാണ് മെയിനായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഇലക്ഷൻ അടുക്കുന്നത് കൊണ്ട് തന്നെ പ്രചരണത്തിന്റെ സമയമാണ്. അപ്പോൾ ഈ പ്രചരണത്തിന്റെ സമയം ഞാൻ ഈ പറഞ്ഞ ഒരു യാത്രകൾ ഉണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെക്റ്റിക് ആയിരിക്കും അല്ലേ പ്രചരണത്തിന്റെ സമയങ്ങളിൽ എന്ന് പറയുമ്പോൾ. പണ്ട് പ്രചരണത്തിന്റെ സമയത്ത് സാറിന് ഒരു അപകടം പറ്റിയതായിട്ട് കേട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് നമ്മള് കോട്ടയത്ത് പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കാം, അസംബ്ലി കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് അതിരമ്പുഴയ്ക്ക് പോകുമായിരുന്നു. ഓക്കെ, മഴയൊന്നുമില്ല, പെട്ടെന്നൊരു ഭയങ്കര ശബ്ദം കേട്ടു. നമുക്കൊന്നും അറിയില്ല. നമ്മൾ ആശുപത്രിയിലായി. അപ്പോൾ ഞങ്ങൾ ബാബു ചാഴിക്കാട് അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മരിച്ചെന്നാണ് വെളിയിലെല്ലാവരും അറിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുകയും വെച്ച്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു, അദ്ദേഹം മരിച്ചു. അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതാണ് ആ ഒരു സമയത്ത്. പണ്ട് നിങ്ങൾ കണ്ടുവന്നിരുന്ന ഒരു മീഡിയ, ഒരു മാധ്യമധർമ്മമോ അല്ലെങ്കിൽ മാധ്യമമല്ല ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂജൻ ആണ്, പല രീതിയിൽ മാറി. സാർ അതിനെ എങ്ങനെ കാണുന്നു? നല്ലതാണ്. പുതിയ ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങൾ. ഇപ്പൊ പത്രമൊന്നും ആരും വായിക്കാറില്ല. ഇപ്പം പത്രം വായിക്കാതെ എല്ലാവരും ഇപ്പം മൊബൈൽ മതിയല്ലോ. ഒരു മൊബൈലൊക്കെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും അതിൽ നടക്കും. ഈ മൊബൈൽ വലിയ അപകടകാരിയാണ്. കാരണം നമ്മളെവിടെ പോന്നു, നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, നമ്മൾ ആർക്ക് പൈസ കൊടുത്തു, ഇതെല്ലാം അറിയണേ മൊബൈൽ നോക്കിയാൽ മതി അല്ലേ? നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മൊബൈലിനറിയാം. ഇപ്പം പുതിയൊന്നും വരുന്നു. നമ്മൾ കുറേ നേരം ഫോണിൽ കൂടെ ആരോടും സംസാരിച്ചാൽ അത് മെറ്റ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യവും അറിയാൻ പറ്റും. നമ്മൾ എവിടെ പോയി, ആരോട് സംസാരിക്കുന്നു, ആരോട് ബന്ധപ്പെടുന്നു, ആരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, ഇതൊക്കെ അറിയാൻ പറ്റുന്നതാണ്. ഈ MLA ആയി MP ആയി ഇതിന്റെ ഇടയിലല്ല ഞാൻ ചോദിച്ച് വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അനിത മാമിന്റെ കാര്യം. മാം എത്രത്തോളം സപ്പോർട്ടിങ് ആയിരുന്നു? ഈ പറഞ്ഞ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഫുൾ സപ്പോർട്ടാണ്. ബിക്കോസ് 2 മക്കളുണ്ട്, തീർച്ചയായിട്ടും അവരെ നോക്കണം. ഫുള്ള് അറിയേണ്ടി വന്നിട്ടില്ല. ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഇപ്പം സ്കൂളിൽ ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് കുട്ടികൾ, രണ്ടാമത്തെ ഡൽഹിയിലാണ് ജനിക്കുന്നത്, അദ്ദേഹത്തെ ട്രിവാൻഡ്രത്ത്.
സ്കൂൾ സെൻറ്റ് കൊളംബസിലാണ് പഠിച്ചത് ഡൽഹിയിൽ. ഓക്കെ. അപ്പോൾ അവരെ കൊണ്ടുവരുന്നു ഒക്കെ പുള്ളിയാണ്, എല്ലാം ചെയ്യുന്ന പുള്ളിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരുടെ മക്കളെ സ്ഥിരം കാണുന്ന ഒന്നെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ അവർ പുറകെ വരുന്നത് കാണാം, അല്ലെങ്കിൽ ബിസിനസ്സുകളിലേക്ക് പോകുന്നത് കാണാം, അങ്ങനെ പല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരാൾ ഒരു സിവിൽ സർവൻ്റ് ആണ്, IRS ഓഫീസറാണ്, ഒരാൾ അതേമാതിരി തന്നെ ആളുകളെ സേവിക്കുകയാണ് ഡോക്ടറായിട്ട്. ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എവിടെ നിന്നാണ്? സാറാണ്, അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഡോക്ടർ എന്ന് പറഞ്ഞു, എന്നാലും എന്നാലും അതല്ല, അവരുടെ പഠനം അവരിങ്ങനെ പഠിച്ചു വന്നപ്പോൾ വന്നതാണ്. നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇളയ മോന് എഞ്ചിനീയറായിരുന്നു, IT. പിന്നെ പുള്ളി സിവിൽ സർവീസ് എഴുതിയെടുത്തതാണ്.